UPSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളിൽ പലരും യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളതോ ആയ റെഡിമെയ്ഡ് ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്നിട്ട് ആ ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് ആ ടൈം ടേബിളിൽ പറയുന്നത് പോലെ പോർഷൻസ് കറക്റ്റ് സമയത്തിന് നന്നായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നുണ്ടോ? വെറുതെ വായിച്ചു പോയോ എന്നല്ല, എക്സാം വരെയെങ്കിലും ഓർമ്മയിൽ നിൽക്കും വിധം പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് എഫക്റ്റീവായിട്ട് ആ ടൈം ടേബിളിൽ പറയുന്നത് പോലെ ആ പറയുന്ന സമയത്തിന് എങ്ങനെ പഠിച്ചു തീർക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓരോ വ്യക്തിയും യുണീക്കാണ്. നമ്മുടെ മെമ്മറി പവർ, ദിവസവും പഠിക്കാൻ കിട്ടുന്ന സമയം, ഇതൊക്കെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, നമുക്ക് പഠിക്കുവാനുള്ള ടൈം ടേബിൾ നമ്മൾ സ്വയം തയ്യാറാക്കുന്നതാണ് നല്ലത്. സ്വയം ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ഒരു ദിവസത്തിൽ എത്ര സമയം നമുക്ക് പഠനത്തിനായി മാറ്റിവെക്കാം എന്ന് കണ്ടെത്തുക. നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ടൈം എത്രയാണെന്ന് കണ്ടെത്തണം. ഇപ്പോൾ ജോലിയുള്ളവരും വീട്ടമ്മമാരും ജോലിയും വീട്ടുജോലിയും രണ്ടും കൂടി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഓരോരുത്തരും അവരവർക്ക് കിട്ടുന്ന ടൈം കണ്ടെത്തുക. ചിലർക്ക് ഒരു ദിവസത്തിൽ 12 മണിക്കൂർ പഠിക്കാൻ കിട്ടുമായിരിക്കും. മറ്റു ചിലർക്ക് ചിലപ്പോൾ വെറും 3 മണിക്കൂറായിരിക്കും പഠിക്കാൻ കിട്ടുന്നത്. അതോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. കിട്ടുന്ന സമയം ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കുക. അതിലാണ് കാര്യം. എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ടൈം സ്ലോട്ട് കാണിക്കാം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നിങ്ങളുടെ ടൈം സ്ലോട്ട് എന്താണെന്ന് നിങ്ങൾ തന്നെ ഇതുപോലെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 5 മണി തൊട്ട് 6 മണി, 7 തൊട്ട് 9, 10 തൊട്ട് 12, 1 തൊട്ട് 2, 4 to 5, പിന്നെ 5:30 തൊട്ട് 6:30, 7 to 8 or 9 എന്നിങ്ങനെ ടൈം സ്ലോട്ടുള്ള ഒരു വ്യക്തിയുടെ ടൈം ടേബിളാണിത്. ഈ സമയങ്ങൾ പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ഈ വ്യക്തിക്ക്. അപ്പോൾ ഓരോ സമയവും ഓരോ കാര്യങ്ങൾക്കായിട്ട് അലോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ APSC എക്സാംസിൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ സബ്ജക്ട്സും പഠിക്കാൻ കാണും. അതായത് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെ സബ്ജക്റ്റുകൾ പഠിക്കാൻ കാണും. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുവാനുണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ്, മലയാളം ഇവയൊക്കെ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ ഒരു ഡെയിലി ബേസിസിൽ പഠിക്കുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ ടൈം സ്ലോട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് വീതം, മാത്സും ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. അതുപോലെ കറണ്ട് അഫയേഴ്സിനും ഒരു സ്ലോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി സമയം ഏകദേശം 5 മണിക്കൂറോളം സബ്ജക്റ്റ് പഠിക്കുവാനായിട്ടും അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഏത് ടൈം സ്ലോട്ടാണോ കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാം. ഇനി വേണ്ടത് നമ്മുടെ സിലബസിലുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സാമിനാണ്, LGSോ വേറെ ഏതെങ്കിലും എക്സാമിനൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. അതിലുള്ള സബ്ജക്റ്റിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോ സബ്ജക്റ്റിനും എത്ര ടൈം വേണമെന്നുള്ളത് ആദ്യം കണ്ടെത്തണം. അപ്പോൾ അത് വേറെ ആരെങ്കിലും പറയുന്ന ഒരു ടൈം ടേബിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ വ്യക്തിക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര ടൈം വേണം, അതനുസരിച്ചായിരിക്കും ആ വ്യക്തി ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സമയം നമുക്കേ അറിയൂ. നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്കേ അറിയത്തുള്ളൂ. നമ്മുടെ പഠനത്തിൻ്റെ സ്പീഡും നമുക്കേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ വേണം ഇത് കണ്ടെത്താൻ. ഓരോ സബ്ജക്റ്റിനും നമുക്ക് എത്ര ടൈം വേണം അത് കണ്ടെത്തണം. ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കാൻ എത്ര സമയം വേണമെന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ട് ഒരു ടൈം സ്ലോട്ട് ഫിക്സ് ചെയ്യണം. ഒരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യണം ഓരോ സബ്ജക്റ്റിനും. അപ്പോൾ ഓരോരുത്തരുടെയും പഠനത്തിൻ്റെ വേഗത ഡിഫറൻ്റ് ആണ്. നമുക്ക് ചിലപ്പോൾ ഒരു SCRT ചാപ്റ്റർ പഠിക്കാൻ 3 മണിക്കൂർ വേണ്ടി വന്നു എന്ന് വിചാരിക്കുക. പക്ഷേ നമ്മുടെ കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ കൂട്ടുകാരനോ 1 മണിക്കൂർ കൊണ്ട് ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റി. പക്ഷേ അത് കണ്ട് നമ്മൾ വിഷമിക്കരുത്. 1 മണിക്കൂർ കൊണ്ട് പഠിച്ചാലും അല്ല, കൂടുതൽ സമയമെടുത്ത് 3 മണിക്കൂർ കൊണ്ട് പഠിച്ചാലും ശരി, അത് പഠിക്കുന്നു എന്നതിലാണ് കാര്യം. എക്സാമിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓർമ്മ വരുന്നു എന്നതിലാണ് കാര്യം. അല്ലാതെ സമയം കൂടുതലെടുത്തോ കുറവെടുത്തോ എന്നതിലല്ല. നമുക്കുള്ള കഴിവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഓരോ സബ്ജക്റ്റിനും എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിച്ച് എഴുതി വയ്ക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റിന് എത്ര സമയം വേണമെന്ന് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ അതിൽ SCRT ചാപ്റ്റേഴ്സ് ഇപ്പോൾ 7 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2 ചാപ്റ്റർക്ക് ഒരു ദിവസം പഠിക്കാവുന്ന ഒരാളാണെങ്കിൽ 3 ദിവസം മതിയാവും. അതല്ല ഒരു ദിവസം തന്നെ ഒരു ചാപ്റ്ററേ പറ്റുകയുള്ളൂ എന്നുള്ള വ്യക്തിയാണെങ്കിൽ 7 ദിവസം അലോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതല്ല 5 ചാപ്റ്റർ ഒരു ദിവസം പഠിക്കാവുന്നവരാണെങ്കിൽ
ഓക്കെ, അതനുസരിച്ച് ടൈം എത്ര ഡേയ്സ് വേണമെന്ന് ഫിക്സ് ചെയ്യുക. ഇനി NCERT ക്ലാസ് 11 11ാം ക്ലാസ്സിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക് പഠിക്കണം. 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് പറ്റുമെന്ന ഒരാളാണെങ്കിൽ 5 ദിവസം അതിന് ഫിക്സ് ചെയ്യാം. ഇതുപോലെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് നമ്മൾ SCERT NCERT പഠിക്കുമ്പോൾ നമുക്കൊരു ബേസ് കിട്ടും. പിന്നെ അതിലില്ലാത്ത ചില എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ പഠിക്കാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളെ ആശ്രയിക്കാം. അതിനായിട്ട് സിലബസ് നോക്കണം. സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അല്ലാതെ നമ്മുടെ ഈ ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വാസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എടുത്തൊന്ന് പഠിക്കുക. എക്സ്ട്രാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ അതിനും നിങ്ങൾക്ക് എത്ര ദിവസം വേണോ അത്രയും ദിവസം അലോട്ട് ചെയ്യുക. പിന്നെ റാങ്ക് ഫയൽ, ഇതിലൊന്നും കിട്ടാത്ത ചില എക്സ്ട്രാ പോയിൻറ്റുകൾ റാങ്ക് ഫയലിലുണ്ടോ എന്ന് നോക്കി ആ എക്സ്ട്രാ കിട്ടുന്ന പോയിൻറ്റുകൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അതിനും കുറച്ച് ദിവസങ്ങൾ ഫിക്സ് ചെയ്യാം. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നത് ഏതൊക്കെയാണെന്ന് തിരഞ്ഞു പിടിച്ച് ഒരു ദിവസമോ 2 ദിവസമോ അതിന് വേണ്ടി അലോട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ റിവിഷനും നിങ്ങൾക്ക് ഡേയ്സ് അലോട്ട് ചെയ്യാം. അങ്ങനെ ടോട്ടൽ എത്ര ദിവസം, ഇവിടെ ഇപ്പം 19 ദിവസമാണ്. പിന്നെ റിവിഷനും ഒക്കെ കൂടി അപ്രോക്സിമേറ്റ്ലി ഒരു 20 ഡേയ്സ് എന്ന് ഞാനിവിടെ എഴുതിയിരിക്കുക. നിങ്ങൾ ഇതുപോലെ ഓരോ സബ്ജക്റ്റിനും എത്ര ടൈം വേണമെന്ന് കണ്ടെത്തണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി ടൈം സ്ലോട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓരോ ദിവസവും ഏതൊക്കെ സമയത്ത് പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ സമയത്ത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, ഈ സമയത്ത് കറണ്ട് അഫെയർ ആണ്, ഈ സമയത്ത് മാത്സ് ആണ് എന്നൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ള ഡെയിലി ടൈം ടേബിൾ, നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം അതാണ്, അത് സെറ്റ് ചെയ്യുക. ഡെയിലി ബേസിസിൽ ഇന്ന ദിവസം എന്തൊക്കെ പഠിക്കണം. ഇതിൻ്റെ ടൈം നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ സബ്ജക്റ്റിന് വേണ്ടി അലോട്ട് ചെയ്ത ടൈമിൽ പഠിക്കേണ്ട സബ്ജക്റ്റ് ഏത്, കറണ്ട് അഫെയർസിന് വേണ്ടി അലോട്ട് ചെയ്ത ടൈമിൽ ഏത് മാസത്തെ കറണ്ട് അഫെയർ പഠിക്കണം, മലയാളത്തിന് വേണ്ടി അലോട്ട് ചെയ്ത ടൈമിൽ ഏത് ടോപ്പിക്ക് പഠിക്കണം, സിലബസിൽ നോക്കിയിട്ട് വേണം ടോപ്പിക്സൊക്കെ എഴുതി വെക്കാൻ. പിന്നെ മാത്സിന് വേണ്ടി അലോട്ട് ചെയ്ത ടൈമിൽ മാത്സിലെ ഏത് ടോപ്പിക്ക് വേണമെന്നും സിലബസിൽ നോക്കിയിട്ട് എഴുതി വയ്ക്കുക. ഇങ്ങനെ ഓരോ ദിവസത്തെയും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 20 ഡേയ്സ് എന്ന് പറഞ്ഞതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് 20 ദിവസം കൊണ്ട് ഇതെങ്ങനെ തീർക്കാമെന്ന് വേണം ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന അനുസരിച്ച് ഫസ്റ്റ് ഡേയിൽ സബ്ജക്റ്റിൻ്റെ SCERT 2 ചാപ്റ്റേഴ്സ്, ക്ലാസ് 6 ചാപ്റ്റർ 10, ക്ലാസ് 7 ചാപ്റ്റർ 10, 3 ചാപ്റ്റേഴ്സ്, ക്ലാസ് 5 5ാം ക്ലാസ്സിലായതുകൊണ്ട് കുറച്ചല്ലേ കാണുകയുള്ളൂ. അപ്പോൾ 3 ചാപ്റ്റേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫെയർസ് ജനുവരിയിലേത്, അതിൻ്റെ ഒരു പോർഷൻ മുഴുവനും കൂടി ഒറ്റ ദിവസം പഠിച്ച് തീർക്കണമെന്നില്ല. കാരണം നമ്മൾ 1 മണിക്കൂറല്ലേ ആ സ്ലോട്ടിൽ കൊടുത്തിരുന്നത്. ആ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന അത്രയും പോർഷൻസ് പഠിക്കുക. മലയാളത്തിലെ ഈ ടോപ്പിക്ക്, മാത്സിലെ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. അപ്പോൾ അത് നിങ്ങൾ എവിടെ നോക്കിയാണ് പഠിക്കുന്നത് അതുകൂടി എഴുതി വെച്ചാൽ അത്രയും നല്ലത്. ഇതുപോലെ ഓരോ ദിവസത്തെയും നമുക്ക് എഴുതി വയ്ക്കാം. ഇതിപ്പോൾ ഒരു മാസത്തേക്ക് കംപ്ലീറ്റ് എഴുതി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ 7 ദിവസത്തെ ഒരാഴ്ചത്തെ നമുക്ക് പ്ലാൻ ചെയ്യാം ഇതുപോലെ. എന്നിട്ട് ഡേറ്റ്, നമ്മൾ ആ പഠിക്കുന്ന ദിവസം ഡേറ്റ് കൂടി എഴുതി വെച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ടൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ പോർഷൻസ് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.